അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര അഡു സിറ്റിയിലെ നാച്ചുറൽ പാർക്കിലേക്കാണ്. ഫാമിലി ട്രിപ്പാണ്. സോ വെൽക്കം ബാക്ക് ടു ജോ ലൈഫ്. ഈ ട്രിപ്പിൽ ഞങ്ങളുടെ കൂടെ ഇവിടുത്തെ ഒരു വർക്ക് ചെയ്യുന്ന സാറുണ്ട്. സാറിൻ്റെ ഫാമിലിയുണ്ട്. തമിഴ്നാട്ടിലുള്ളവരാണ് കേട്ടോ. ഇതിൻ്റെ നടുക്കായിട്ട് ഇരിക്കുന്ന ആളാണ് സാറിൻ്റെ മോന്. അവർ പുറകെ ബൈക്കിൽ വരുന്നുണ്ട്. ജെയ്സൺ പുതിയ ഫ്രണ്ടാണ്. അങ്ങനെ ഇതാ കാണുന്നതാണ് നാച്ചുറൽ പാർക്ക്, അഡു നാച്ചുറൽ പാർക്ക്. സാറാണ് ഈ പാക്കേജ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ നേരത്തെ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഹലോ, ഹായ്, ദേ ആർ റെഡി. കം 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 ഫാസ്റ്റ് കം. ഫ്രണ്ടി ക്യാ എടുത്തേക്കറോ. എൻജോയ്. ഒരു ചെറിയ കയാക്കിംഗ്, പിന്നെ ബീച്ചിലുള്ള ഒരു ചെറിയ കുളി, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു പാക്കേജാണ് ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ കയാക്കിങ്ങിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഒരു ബഗിയിൽ നമ്മളെ അങ്ങോട്ട് ഒരു ഡ്രോപ്പ് ചെയ്യും. കാണുമ്പോൾ ഇതൊരു കാടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ മരങ്ങളുടെ തൊട്ട് പുറകിലായിട്ട് കടലാണ്. കയാക്കിങ്ങിന് ചെറിയ വള്ളവും കടലും കണ്ടപ്പോൾ പേടി എല്ലാവർക്കും ഉണ്ടായി. ഈ ചെറിയ വള്ളത്തിലോട്ട് ആദ്യം കയറ്റാനായിട്ട് അവരുണ്ടാകും. പക്ഷേ തുഴഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകണം കേട്ടോ. കൊതുകിന് നീന്താൻ അറിയാമായിരുന്നല്ലേ? ഇപ്പൊ ഞാൻ തിരിക്കുന്നത് എങ്ങനെയാന്ന് പഠിപ്പിച്ചത്. ഇങ്ങനെ തിരിക്കണ്ടേ? നല്ലതാ. ഹായ്, നീ അവിടെ തന്നെ അടക്കമാണ്. ഞങ്ങൾ വരെ ഞങ്ങളൊക്കെ പോവാ. ടാറ്റാ. അധികം ആഴമില്ലാത്തൊരു സ്ഥലമായിരുന്നു ഈ കയാക്കിങ്ങിൻ്റെ ഏരിയ. അതുകൊണ്ടായിരിക്കാം സേഫ്റ്റി ജാക്കറ്റ് ഒന്നും തരാത്തത്. അരയാൾ പൊക്കത്തിലുള്ള വെള്ളമേ ഉള്ളൂ കേട്ടോ. കൈ പൊള്ളുന്നു, അതുകൊണ്ട് കുറച്ച് വെള്ളം എടുക്കാം. ഇത് വെള്ളം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. കുറച്ച് വെള്ളം എടുത്ത് കയ്യിലോട്ട് തേച്ചാൽ എല്ലാം മാറും. ഞാൻ എടുത്തു. ഒരു സൈഡ് പൊങ്ങിയിരിക്കുന്ന, ഒരു സൈഡ് താന്നിരിക്കുന്നതും കൊടുത്തു. ആരെങ്കിലും അവിടെ വന്ന് മീനെ പിടിക്കുവോ? ഇത്ര ആരേ ഉള്ളോ? ഞാനും വൈഫും മാറി മാറി തുഴഞ്ഞു കേട്ടോ. വള്ളം അധികമൊന്നും നീങ്ങുന്നില്ല. നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് കറങ്ങുമായിരുന്നു ആദ്യം. തുഴയുന്നു ഞങ്ങളാണെങ്കിലും നടുക്കിരിക്കുന്ന ആളാണ് കപ്പിത്താൻ. നിർദ്ദേശങ്ങൾക്ക് ഒരു കുറവുമില്ല കേട്ടോ. കടലിനടിയിലെ ചെടികളൊക്കെ നമുക്ക് നല്ലപോലെ കാണാം കേട്ടോ. തെളിഞ്ഞ വെള്ളമാണ്. സാറും ഫാമിലി നല്ല വേഗത്തിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പതിയെ പോകുന്നത് കേട്ടോ. വെള്ളിയും ശനിയും പോയിട്ടുള്ള മറ്റ് ദിവസങ്ങളിൽ നമുക്ക് ഫീസ് കുറവാണ് ഇവിടെ. മാൽദീവ് റുഫിയിൽ പറയുവാണെങ്കിൽ ഒരു 60 റുഫിയയിൽ ഒതുങ്ങുന്നതാണ് ഈ കയാക്കിംഗ് പാക്കേജ്. ഫുഡ് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് കഴിക്കാനും ഉള്ള സൗകര്യങ്ങളുണ്ട്. അഡു സിറ്റിയിലെ ഹിതതു ഐലൻഡിലാണ് ഈ നാച്ചുറൽ പാർക്ക് ഉള്ളത്.
അങ്ങനെ ഞങ്ങൾ കയാക്കിങ് കഴിഞ്ഞിട്ട് നേരെ അടുത്ത് ബീച്ചിലോട്ട് പോവുകയാണ്. നല്ല രസമുള്ള ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ കേട്ടോ. പ്രത്യേകിച്ച് ബീച്ചിൻ്റെയൊക്കെ ഭംഗി നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. മാൽദീവ്സിൻ്റെ ബീച്ചുകൾ അങ്ങനത്തെ കളറാണല്ലോ. ഈ മാൽദീവ്സ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറും ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബീച്ചിൽ അവർ ഡ്രോപ്പ് ചെയ്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ പിക്കപ്പ് ചെയ്യാനായിട്ട് വരുമെന്ന് പറഞ്ഞു. ഇതാണ് ബീച്ച് ഏരിയ. ഫാമിലിക്ക് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അടിപൊളി സ്പോട്ടാണിത്. പിള്ളേർക്കൊക്കെ ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കണ്ണാടി പോലെ തെളിഞ്ഞ കടൽ. ഇത്രയും ഏരിയ കുറച്ച് ആഴമില്ലാത്ത ഏരിയയാണ്. അതിനപ്പുറമുള്ള ആ ബ്ലൂ കളർ കാണുന്നില്ലേ, അവിടെ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. സുട്ടുമണിയും ജെയ്സനും നല്ലപോലെ എൻജോയ് ചെയ്തു. കടലിനടിയിലെ ചുവപ്പ് കളർ കല്ല്. ആ ചെറിയ നിഴല് പോലെ കാണുന്നത് മീനുകളാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. വെള്ളത്തിൽ കളിക്കാൻ പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ. നല്ല നട്ടുച്ച വെയിലത്ത് ഈ വെള്ളത്തിലുള്ള കളി രസമല്ലേ. അങ്ങനെ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ 2 ഫാമിലിയും ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടുവന്നു. ഞങ്ങൾ പൊറോട്ടയും ചിക്കനും ഉണ്ടാക്കി. അവരാണെങ്കിൽ ഫ്രൈഡ് റൈസും ചിക്കനും. സാറുണ്ടാക്കിയ ഫ്രൈഡ് റൈസാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. 2 ഫോറിനേഴ്സ് സ്നോർക്ലിംഗ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തൊട്ട് എതിർവശത്തോട്ടുള്ള കടലിലോട്ടൊന്ന് കാണാനായിട്ട് ഇറങ്ങി. ഇത് ഇച്ചിരി ആഴക്കടലാണ് കേട്ടോ.
ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ പാക്കേജുകൾ എടുത്ത് വരാറുണ്ട്. സ്കൂബ ഡൈവിങ്, സ്നോർക്ലിംഗ്, അങ്ങനെ ഒരുപാട് പാക്കേജുകളുണ്ട്. ആണല്ലേ, അത് പിടിച്ചോ, അവരോട് സാധനം പിടിച്ചേ, ഹോൾഡ് ഇറ്റ്, ഹെൽപ്പ് ചെയ്യാം. യെസ്, നടക്കാൻ മേടിച്ച്. എല്ലാം കഴിഞ്ഞപ്പോൾ സുട്ടുമണി ക്ഷീണിച്ചു. കൊക്കറപ്പന്നി, അയ്യോ. നല്ല നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളുണ്ട്, അതുകൊണ്ട് നടന്നുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് പോയത്. stop there, don't go there. അവിടെ കടലിൻ്റെ അടിയിൽ കണ്ട ആ ചുവന്ന കളർ പാറതേ, ജെല്ലിയാണോ അത്? ഒരു പാറക്കഷ്ണമാണ് കേട്ടോ. ഹലോ ഗയ്സ്, അപ്പോൾ നമ്മൾ ഇതാണ് ഇന്നത്തെ ബോട്ട്. ഇത് വലിയ കടലായതുകൊണ്ട് കടലിന് നടുക്കൊരു ലേക്കും ഉണ്ട് ഇവിടെ, ശാന്തസുന്ദരമായ ലേക്ക്. ഇത് കണ്ടോ, ഒരു സൈഡിൽ കടലാണ്, തൊട്ടടുത്തായിട്ട് ശാന്തമായിട്ടുള്ളൊരു ലേക്ക്. പകുതി എത്തിയപ്പോഴത്തേക്കും ബഗി വന്നു, അപ്പോൾ അതിലോട്ട് കയറി തിരിച്ചു പോയി. ഒരുപാട് ഇങ്ങനത്തെ സ്പോട്ടുകളുണ്ട്, അപ്പോൾ പല ടൂറിസ്റ്റുകളും പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ നമ്മൾ പിക്ക് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ, താങ്ക് യു.